മിക്ക ആളുകളുടെയും മിഥ്യാധാരണയാണ്, ഒരു അബദ്ധധാരണയാണ് എനിക്ക് മാത്രം കഷ്ടപ്പാട്. ഈ കണ്ണീരും കഥനകഥയും ആവലാദികളും വിഷമങ്ങളും ദുരിതങ്ങളും എനിക്ക് മാത്രമാണെന്ന്. എൻ്റെ ജീവിതം മാത്രം പിന്നോട്ടാണ് പോകുന്നത്. ബാക്കി ആളുകളെയൊക്കെ ദൈവം ഇങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി ജീവിക്കുന്നു, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയുള്ള ഒരു തെറ്റായ ബോധം പല ആളുകളെയും പിടികൂടിയിരിക്കുന്ന കാര്യമാണ്. ഇതാണ് ബിഗ്ഗസ്റ്റ് മിസ്കോൺസെപ്ഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുക. ഈ ഒരു മിഥ്യാധാരണയെ ചെറുക്കാൻ നമ്മൾ തന്നെ നമ്മോട് ഫൈറ്റ് ചെയ്യണം. നാമൊക്കെ എത്രയോ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെപ്പോലെ ഒന്നായി തീരാൻ എത്രയോ പേര് കൊതിക്കുന്നുണ്ടെന്നറിയോ? നമ്മളെ കഴിഞ്ഞും താഴെ തട്ടിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ഇത് നമ്മളെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ അകത്തേക്കും പുറത്തേക്കും നോക്കി, നമ്മുടെ ചുറ്റുപാടിനെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി സമാധാനിക്കുകയും സന്തോഷിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെതിരെ പൊരുതാനുള്ള ഏറ്റവും വലിയ ടൂൾ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എൻ്റെ ജീവിതം എടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഈ ലോകത്ത് വേറെ ഒരാളെ പോലും ആകണ്ട, എനിക്ക് എൻ്റെ ജീവിതം മാത്രം മതി. നമ്മൾ ഈ കമ്പാരിസന് പോകുന്നതുകൊണ്ടാണെന്ന് ഈ കുഴപ്പം. പലർക്കും പല സൗഭാഗ്യങ്ങളാണ്. ആയുസ്, ആരോഗ്യം, ധനം, സൗന്ദര്യം, സമാധാനം, പ്രശസ്തി, അങ്ങനെ പല തരത്തിലാണ് പലർക്കും. ജീവിതമാകുന്ന പരീക്ഷയിൽ വേറെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ആ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ നിന്നാൽ തോറ്റുപോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാതെ അവനവൻ്റെ ജീവിതത്തെ അവനവൻ്റെ രീതിയിൽ മെച്ചപ്പെടുത്തി അവനവൻ്റെ മാത്രം ജീവിതമാക്കാൻ ശ്രമിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.